ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ XUV90യുടെ ഒരു ഫീച്ചറാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. വേറൊന്നുമല്ല, കാറിൻ്റെ റേഞ്ച് തനിയെ തന്നെ റീജൻ ആവുന്നതാണ്. ഞങ്ങൾ വാഗമൺ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുട്ടിക്കാനത്തൊരു ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ചാർജ് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഓൾറെഡി ഒരു വണ്ടി ചാർജിങ്ങിലായതുകൊണ്ട് ഞങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. സോ പോകുന്ന വഴിക്ക് ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. അപ്പോഴാണ് കേട്ടോ ഈ കാര്യം നേരെ ശ്രദ്ധയിൽപ്പെട്ടത്. 257 റേഞ്ച് 256 ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ റേഞ്ച് കൂടുന്നുണ്ടായിരുന്നു. നോർമലി L1, L2, L3 എന്ന മോഡ്സാണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഈ ഒരു ട്രാക്ഷനും കൺട്രോളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇറക്കമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വൺ പെഡൽ ഡ്രൈവാണ് ചൂസ് ചെയ്തത്. എനിക്ക് നോർമലി മോഷൻ സിക്നസ് ഉള്ള ഒരാളാണ് കേട്ടോ. ഞാൻ ചുരമൊക്കെ ഇറങ്ങുന്ന ടൈമിലാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രൈവിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് 258 ആയിട്ടുണ്ട് കേട്ടോ റേഞ്ച്. നോർമലി നമുക്ക് അങ്ങോട്ട് കയറിയ സമയത്ത് വാഗമണിലോട്ട് പോയ സമയത്ത് റേഞ്ച് കുറഞ്ഞായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ കുറഞ്ഞ റേഞ്ചൊക്കെ തന്നെ തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് കയറി വരുന്നുണ്ടായിരുന്നേ. പിന്നെ വൺ പെഡൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് പാഡിനുള്ള വെയർ ഡൗൺ ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പോഴേ താഴോട്ട് എത്താറായിട്ടുണ്ട്. റേഞ്ച് നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഞങ്ങൾ 256 സ്റ്റാർട്ട് ചെയ്തതാണേ. ഇപ്പോൾ നോക്കിയേ 329 എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അടിവാരം എത്തി കേട്ടോ. ഇറക്കമൊക്കെ ഇറങ്ങി ഇങ്ങനെ താഴെ എത്തിയപ്പോഴേക്കും റേഞ്ചൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി ചാർജ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ചാർജൊന്നും ചെയ്തില്ല. ആ ഒരു ചാർജിൽ തന്നെ ഞങ്ങളിങ്ങനെ വീട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ ടെൻഷൻ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. റേഞ്ച് കുറവായിരിക്കുമോ, ചാർജിങ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ഈ ഒരു ഡ്രൈവിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തില്ല കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്നാണ് കാറ് ചാർജിനിട്ടത്.